ഇതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ഇപ്പം 5.5 മാസമായി വാഴയുമ്പോഴാണ് ഈ നമുക്ക് കുറ്റല വന്ന് കൂമ്പ് വരുന്നത്. ഇതിനൊക്കെ വിളഞ്ഞ് നമുക്കൊരു 8 കിലോ 7 കിലോയ്ക്ക് മുകളിൽ കാവ തന്നെ വരും. താഴെ കാണുന്ന പോലെ വാഴയെന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിൻ്റെതാണ്. അതിന് ഒരു കൂമ്പൊടിച്ച് അതിന് കഴിക്കാനുള്ള ഇതുണ്ടായില്ലെന്നുള്ളത്. അപ്പോൾ അത് എണ്ണീച്ചിട്ട് പോലുമില്ല. അത് ഞാൻ ഇങ്ങോട്ട് മടുക്കത്തെ ഉള്ള ആൾക്കാർ കഷ്ടപ്പാടും ജോലിക്കൂലിയും പിന്നെ ജോലിക്കാരെ ഇറക്കുന്ന ശമ്പളവും പിന്നെ വളത്തിനൊക്കെ എന്ന് പറയുന്നത് തീ വിലയാണ്. ഇപ്പോൾ ഇത് കാറ്റാടി കഴിയും മറ്റുള്ള ഇത് നല്ല ഇത് കൊടുത്താണ്. അപ്പോൾ ഈ കഴകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒടിച്ചങ്ങ് മാറ്റിക്കൊണ്ട് പോയതാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു ഇതല്ലെന്ന് പ്രായോഗികമല്ലെന്നുള്ളതാണ് ഇതിനിപ്പോൾ. എല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതെ പോയി. കേവലം 40 സെക്കൻഡിൽ ഒരു കൂട്ടം കർഷകരുടെ നെഞ്ചിലെ പ്രതീക്ഷകൾ തകർത്തെറിഞ്ഞ ആ ശപിച്ച നിമിഷത്തിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും കൊട്ടാരക്കര പുല്ലാമല കാർഷിക കൂട്ടായ്മയിലെ അംഗങ്ങൾ. ചരിത്രം രേഖപ്പെടുത്താത്ത ചൂടിനോടും കുത്തിമലർത്താൻ പോകുന്ന കാട്ടുപന്നിയോടും പോരടിച്ച് വളർത്തിക്കൊണ്ടുവന്ന വാഴക്കുലകൾ അടിച്ച് നിലം പരിശാക്കിയ നിമിഷം പുല്ലാമലയിലെ കാർഷിക സംസ്കാരത്തിൻ്റെ പൂർവ്വകാലഘട്ടങ്ങളിൽ പോലും ഓർമ്മയില്ല. തളിർത്തുലഞ്ഞ് പൂങ്കുടമായവ അടിച്ച് തകർത്ത് കളഞ്ഞു. പാതി വഴിയിൽ നിലം പൊത്തേണ്ടി വന്നവ കണ്ണീരണിയുന്ന നിമിഷങ്ങളാണ് കർഷകരെ സംബന്ധിച്ച് പുല്ലാമല നിറയെ. ഇവിടെ പുല്ലാമല ഞങ്ങളുടെ ഒരു കർഷക കൂട്ടായ്മയുണ്ട്. VAPCKയുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ 20 കർഷകരാണ് ഇതിൽ ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ 10 കർഷകരുടെ ഈ കൃഷി ഉപജീവന മാർഗ്ഗമാണ് ഈ കിടക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കൊല 900 മുതൽ 800 മുതൽ 900 രൂപ വരെ കിട്ടേണ്ട ഒരു കൊലകളാണ്. ഇതിപ്പോൾ ഏണ്ടൊരു 3000-ത്തിനടുത്ത് വാഴകൾ ഇവിടെ അപ്പുറമായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കൊല പോലും ഇതിൽ നിന്ന് വെട്ടാനൊക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൽ മിക്കവാറും ഒക്കെ ഉള്ളതെന്ന് പറയുന്നത് ആവശ്യത്തിന് പന്നി എടുത്തുകൊണ്ട് പോയതിൻ്റെ ബാലൻസ് നിൽക്കുന്നതാണിത്. കൃഷിയുടെ എല്ലാ ചിലവുകളും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ആദായം എടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കൊരു 10-15 കർഷകർക്ക് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഒരു ചുഴലി പോലെ അടിച്ച് ഇല്ല. ആ കാണുന്നത് കപ്പവാഴയാണ്, റെഡ് ബനാന എന്ന് പറയും. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്ന ഒരു 20 കിലോ വരുന്ന കൊലകളാണ്. അപ്പോൾ അതും ഇപ്പോൾ 70 രൂപ 1 കിലോ കായ്ക്ക് വിലയാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും ആ കൊല ഒടിയുന്ന സംഭവമേ ഇല്ല. അതിന് ഒന്നും കൊടുക്കേണ്ട അത്രയും ഒരു ബലമുള്ളതാണ് ആ കപ്പവാഴ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് മേലോട്ടെല്ലാം കപ്പവാഴമാണ് കൂടുതൽ പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഏത്തനെന്ന് പറയുന്നത് ഇവിടെ ഇത്രയും ഇത് കാരണം നമുക്ക് ഇതറിയാം. ഈ സ്ഥലങ്ങൾ ഒരു സെൻറ്റ് സ്ഥലം പോലും നമ്മൾ വേസ്റ്റ് ഇടാതെ മൊത്തം പേരെയും കൊണ്ട് കൃഷി ചെയ്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി അവരെ കൊണ്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഒരു 10 ലക്ഷം രൂപയിൽ പുറത്തുള്ള നഷ്ടമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ഇപ്പം 5.5 മാസമായി വാഴയുമ്പോഴാണ് ഈ നമുക്ക് കുറ്റല വന്ന് കൂമ്പ് വരുന്നത്. ഇതിനൊക്കെ വിളഞ്ഞ് നമുക്കൊരു 8 കിലോ 7 കിലോയ്ക്ക് മുകളിൽ കാവ തന്നെ വരും. അപ്പോൾ കറക്റ്റ് ഓണത്തിൻ്റെ വിളവാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ 60-70 ദിവസം കഴിയുമ്പോൾ നമുക്കിത് കൊല വെട്ടാമായിരുന്നു. 7 ദിവസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ 80 രൂപ വില വരുമ്പോൾ ഓണത്തിന് നല്ല മാർക്കറ്റ് കാണും. ആ ഒരു പ്രതീക്ഷയിലാണ് ആൾക്കാരെല്ലാം വയ്ക്കുന്നത്. ഇത് എല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതെ പോയി. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഈ കാണുന്ന കാറ്റടിച്ച് ഒടിയാനുള്ളൊരു അവസരം ഉണ്ടാക്കിയത് നമ്മുടെ കഷ്ടപ്പാട് ഭയങ്കരമുണ്ട്. എന്നുവെച്ചാൽ കഴിഞ്ഞ 6 മാസം ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടടിച്ച സമയമല്ലേ. അപ്പോൾ അതിൽ നിന്ന് സംരക്ഷിക്കാൻ തന്നെ നമ്മൾ ഒരുപാട് പൈസ ഇപ്രാവശ്യം എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ 80 രൂപ 95 രൂപ വില കിട്ടുന്നത്. ആ വെള്ളം ഒഴിക്കാനും ഇതിനെ സംരക്ഷിക്കാനും പിന്നെ അതിനിടയ്ക്ക് പന്നിയാണെങ്കിൽ ഇതിനാണെങ്കിൽ 4.5 മാസം കഴിഞ്ഞപ്പം ഇതിനകത്ത് വളമിട്ടതിൻ്റെ പിറ്റേ ദിവസം ഈ മണമുള്ള നമ്മൾ ജൈവവളങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കാമെങ്കിൽ പെട്ടെന്ന് പന്നിയിട്ട് 30 വാഴ അന്നേരം തന്നെ നെടുവേ കീറിക്കളഞ്ഞു അന്ന് രാത്രി തന്നെ. അതിനെയൊക്കെ രാത്രി കാലങ്ങളിൽ വന്നിരുന്ന് ഓടിച്ചും വരട്ടിയും ഒക്കെ സംരക്ഷിച്ച് കൊണ്ടുവന്നപ്പോഴാണ് പെട്ടെന്ന് ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. പന്നിയൊക്കെ ആണെങ്കിൽ രാത്രിയിലെങ്കിലും വന്നിരിക്കാം, 1-2 എണ്ണെങ്കിലും കിട്ടും. ഇല്ലാത്തൊരവസരത്തിൽ കർഷകനെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. സഹായിക്കാൻ പറ്റുന്ന മേഖലകളിൽ നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ കാർഷിക മേഖലകളിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് ഒന്നും പറയാം. ഇതിപ്പം നമ്മളിതിന് ഈ വാഴയ്ക്ക് നല്ല ഊന്ന് കൊടുത്തതാണ്. ഇപ്പോൾ ഇത് കാറ്റാടി കഴിയും മറ്റുള്ള ഇത് നല്ല ഇത് കൊടുത്താണ്. അപ്പോൾ ഈ കഴകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒടിച്ചങ്ങ് മാറ്റിക്കൊണ്ട് പോയതാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു ഇതല്ലെന്ന് പ്രായോഗികമല്ലെന്നുള്ളതാണ് ഇതിനിപ്പോൾ നമുക്കിപ്പോൾ കണ്ടിരിക്കുന്നതിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് കാരണം ഇത് ഇത്രയ്ക്ക് ആ ഊന്നുകൾ കംപ്ലീറ്റ് അവിടെ നിൽപ്പുണ്ട്. അതിന് മുകളിൽ തന്നെ വെച്ച് ഇത് ഒടിഞ്ഞിങ്ങനെ പാടെ കിടക്കുന്ന ഒരവസ്ഥയിലാണ്. കഴയാണ്. ആ കഴ കൊലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. അത്രയും താഴ്ന്നടിച്ചാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 35 ദിവസത്തെ വിളവ് ഈ കൊലയ്ക്കുണ്ട്. ഒരു 35 ദിവസം ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഏകദേശ കൊലയുടെ ഇതാവുന്നത്. അപ്പോൾ ഇതൊരു 30 ദിവസം കൂടെ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിതെല്ലാം ഒരുമാതിരി വെട്ടി മാറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതിപ്പം ചുമ്മാതെ കൊടുക്കാനേ പറ്റൂ. ഇതിപ്പോൾ എടുക്കാനെന്ന് പറയുമ്പം നമുക്കൊരു 90 രൂപ കിട്ടുമെങ്കിൽ ഒരു 25-30 രൂപയ്ക്കായിരിക്കണം ഇത് കൊടുക്കേണ്ടത്. അതും പെട്ടെന്ന് ഇത് കൊടുത്തില്ലെങ്കിൽ ഇതും വെട്ടി മാറ്റാനൊക്കാത്തൊരവസ്ഥയാണ്. ഓണത്തെ പ്രതീക്ഷിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഓണമില്ല സംക്രാന്തി ഇല്ലാത്ത ഒരവസ്ഥയല്ല. മുതൽ മുടക്കും കിട്ടത്തില്ല, കൈ നഷ്ടമായത് മൊത്തം. ഇതിന് വെട്ടിമാറ്റി കളയുന്നതിന് തന്നെ
ഒരുപാട് കാശ് തരാം, നമ്മൾ ചിലവാക്കിനൊക്കെ കാശ് തരാം, വെട്ടി ഒതുക്കിയെങ്കിലും വെക്കൂ. മടുക്കത്തേ ഉള്ള ആൾക്കാർ കഷ്ടപ്പാടും ജോലിക്കൂലിയും പിന്നെ ജോലിക്കാരെ ഇറക്കുന്ന ശമ്പളവും പിന്നെ വളത്തിനൊക്കെ എന്ന് പറയുന്നത് തീ വിലയാണ്. ഇതെല്ലാം ചെയ്താൽ ഇത്രയും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്നത്. പിന്നെ കാലാവസ്ഥയും കൂടെ അതിജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ പന്നിശല്യം പറയുകയും വേണ്ട. പന്നി ചീനിയായാലും വാഴയായാലും അതിനെന്തൊന്നുമില്ല, അത് വന്ന് കുത്തിമറിക്കാന്നുള്ളൂ. ഇപ്പോൾ രാത്രിയും പകലും കൂടി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നത് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പോയത് എന്തായാലും അടുത്ത കൃഷിക്ക് ഇതെല്ലാം വെട്ടി ഒതുക്കി മാറ്റിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ല ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ഇലയെന്ന് പറഞ്ഞാൽ ഒരു 100 ഏക്കറോളം സ്ഥലം വരും. അതിൽ 90% ഏത്തവാഴയും കപ്പവാഴയും കൃഷി. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഈ വർഷം കൂടുതലും പന്നിയായിരുന്നു. പന്നിയുടെ ശല്യം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉണക്കായി കഴിഞ്ഞിപ്പം ഒരുമാതിരിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ വാഴകളൊക്കെ കൊലയായി വെട്ടേണ്ട സാഹചര്യമായി. ഭയങ്കര കാറ്റായിരുന്നു. ഒരു 3 മിനിറ്റ് കൊണ്ട് സംഗതി മൊത്തം നിലത്ത് ഒന്നും ആർക്കൊന്നും ചെയ്യാനോ കാണാനോ വലിയ അവസരം കിട്ടിയില്ല. അപ്പോൾ ഇതാണെങ്കിൽ പിന്നെ ഓണത്തിൻ്റെ പോലെയാണ്, കൂമ്പൊക്കെ വന്നു തുടങ്ങിയതുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഒരു 10-30 ദിവസത്തിനുള്ളിൽ വെട്ടി മാറ്റേണ്ടതാണ്. ഇങ്ങനെ ഭയങ്കര നാശനഷ്ടമായി. എനിക്കാണെങ്കിൽ താഴെ ആണെങ്കിൽ 600 വാഴയുള്ളതാണ്. 600 വാഴകൾ തന്നെ പക്ഷേ ഒരു 10-400 വാഴയെ കൂടുതലിപ്പം ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതും പിന്നെ ഒരു പാതി വിളവായ ഒരു 20-30 ദിവസത്തെ വ്യത്യാസത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ വൻ നഷ്ടമാണ്. നമ്മൾ പറയാമെന്നല്ലാതെ നമുക്ക് പിന്നെ വേറൊന്നും ചെയ്യാനില്ല. നമ്മളെന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യം വാഴ കൃഷി ഇട്ട് ഒരു ഇടവേളയ്ക്ക് പച്ചക്കറി ചെയ്യും. പച്ചക്കറിയിട്ട് വീണ്ടും നമ്മൾ വാഴ ചെയ്യും. അതിൽ ഒന്നുകിൽ റോബസ്റ്റ അല്ലെങ്കിൽ ഏത്തൻ കപ്പ. അതിൽ കൂടുതലും ഏത്തനാണ് ചെയ്യുന്നത്. ഏത്തനാണ് മാർക്കറ്റ്. അതുപോലെ തന്നെ കപ്പയും. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ കാറ്റ് അതിഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ ആ കപ്പയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്കറിയാം. മൂലം കണ്ടില്ലേ, മൊത്തം അടിച്ച് തകർത്ത് കളഞ്ഞില്ലേ. ഒരു തെങ്ങിൻ്റെ ബലമുള്ളൊരു സാധനമാണ് കപ്പവാഴ എന്ന് പറയുന്നത്. അതൊക്കെ അടിച്ച് തകർക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത്തനൊന്നും പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത ഓണത്തിൻ്റെ കൊലയാണ്. ഇപ്പോഴത്തെ വില ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഭയങ്കര വിലയുണ്ട്. 90-95 രൂപ. കഴിഞ്ഞ ആഴ്ച 100-120 വരെ പോയ ആഴ്ചയുണ്ട്. ഇപ്രാവശ്യം ഒരു 95 രൂപ ആവറേജ് വിലയുണ്ട്. 95 രൂപ വിലയാകുമ്പോൾ ഒരു 8 കിലോ ഉണ്ടെങ്കിൽ തന്നെ 1000 രൂപ വിലയല്ലേ. ഒരു കൊലക്ക് 1000 രൂപ കിട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എത്ര 1000 രൂപ നഷ്ടം, 8 ലക്ഷം രൂപ നഷ്ടമുണ്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ഒരു 18 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഈ കർഷകർ തൂക്കിയത്. ഇപ്പം ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 20 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 20 ലക്ഷത്തിലൊക്കെ അധികരിച്ച് തൂക്കാനുള്ള കൃഷികളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയാൻ വയ്യ. ഇനിയിപ്പോൾ ഒരു 3 മാസത്തേക്ക് ഒരു കാരണവശാലും ഒരു കൃഷിയും ചെയ്യാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇതെല്ലാം തരിച്ചിടാനേ ഇപ്പോൾ പറ്റൂ. ഇനി മേൽക്കാലങ്ങളിലും ഇപ്പോഴത്തെ കൂലി എന്ന് പറയുന്നതിന് ഒരു കർഷക തൊഴിലാളി കിട്ടാനില്ല. അവർക്കെന്ന് പറയുന്നത് 1000 രൂപ കൂലി ചിലവും കഴിഞ്ഞ് കൊടുത്താണ് ഈ ചെയ്യിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ താഴെ കാണുന്ന പോലെ വാഴയെന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിൻ്റെതാണ്. അതിന് ഒരു കൂമ്പൊടിച്ച് അതിന് കഴിക്കാനുള്ള ഇതുണ്ടായില്ലെന്നുള്ളത്. അപ്പോൾ അത് എണ്ണീച്ചിട്ട് പോലുമില്ല. അത് ഞാൻ ഇങ്ങോട്ട് വരുന്നത് പോലുമില്ല. അത് കണ്ടിട്ട് അങ്ങ് പോയതാണ്. അത് അപ്പുറത്ത് കാണുന്നതെന്ന് പറയുന്ന ഒരു അമ്മാമ്മയാണ്. 10-75 വയസ്സുള്ളൊരു ഇതാണ്. അപ്പോൾ അവരൊക്കെ ഈ ഇതിങ്ങനെ 4 വശവും കൃഷി ചെയ്യുമ്പോഴാണ് അവർക്കൊരു ഇതിൽ വരുന്നത്. അപ്പോൾ അവർക്കൊരു ഇതോടെ ഒരു സ്നേഹം വരുന്നു. അങ്ങനെ എല്ലാവരും കൂട്ടായി കൃഷി ചെയ്യുന്നു. അപ്പോൾ ആ കൂട്ടായി തന്നെ എല്ലാവർക്കും നാശങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇതിപ്പം വിപണിയുടെ തന്നെ ഞാൻ ഇപ്പോഴത്തെ വിപണിയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ അത് എന്താണ് ഇനി ഞങ്ങൾ ഈ വാർഡിൽ നിന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ചെല്ലുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയാണ്. എന്താണ് ഈ വാഴ തന്നെ കാണുമ്പോൾ അത്രയും സംരക്ഷിച്ചു. ഉണക്ക് ഈ വർഷത്തെ ഉണക്കെന്ന് പറയുന്ന ഭീമമായ ഉണക്കായിരുന്നു. ആ ഉണക്കിനെ അതിജീവിച്ച് വെള്ളമൊക്കെ ഞങ്ങൾ എവിടെയെല്ലാം പോയി ചുമന്നുകൊണ്ടൊന്നൊക്കെ ഒഴിച്ചൊക്കെയാണ് ഈ വാഴ ഇത്രയും സംരക്ഷിച്ച് നിർത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഇത് ആദായമെടുക്കാറായപ്പോഴത്തേക്ക് ഇതിൻ്റെ സർവനാശം സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓണം പ്രമാണിച്ച് നട്ടിരിക്കുന്ന കൊലയാണ്. അപ്പോൾ അത് കുലച്ച് പാടലയിലേക്ക് തുടങ്ങുന്നൊരു കൊലയാണ് താഴെ കാണുന്നത്. ഇത്രയും തളർത്തിയിട്ടും കീഴടങ്ങാനൊരുക്കമല്ലെന്ന് കർഷകർ തന്നെ പറയുന്നു. മണ്ണിലിറങ്ങുമ്പോൾ തങ്ങൾ എല്ലാം മറക്കുന്നു. മണ്ണിനോടും കാലാവസ്ഥയോടും പോരടിച്ച് ജയിക്കുമ്പോഴാണ് യഥാർത്ഥ കർഷകനെന്നത് ഈ കണ്ണീരിനിടയിലും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി വീണ്ടും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ഇത്രയും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അടുത്ത സീസണാകുമ്പോൾ ഇതിനെക്കാട്ടി ഊർജ്ജത്തിൽ വീണ്ടും ഇറങ്ങുമല്ലേ. അന്നേരം പന്നിയോ സിംഹമോ ഒന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഇറങ്ങുക, ചെയ്യുക, കിട്ടുക. അതൊരു ഫൈറ്റിങ്ങാണ്. കൃഷി എന്ന് പറഞ്ഞാൽ ഫൈറ്റാണ്. അതാ കിട്ടുന്ന സമയമുള്ള സന്തോഷം, അതിനു മുമ്പ് അനുഭവിക്കുന്ന സങ്കടങ്ങൾ തീരും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട സമയത്ത് സന്തോഷവും അതിന് മുമ്പുള്ള സന്തോഷവും ഇല്ലാതെ പോയി. അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത.